ട്രിവാൻഡ്രം ഇഷ്യൂ ഇന്നലെ കനാലിൽ വീണ് മരിച്ച ജോയ്. ഇപ്പം സോഷ്യൽ മീഡിയ മുഴുവനും വേസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും അത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, മറ്റേ ചെയ്യണം. മേയർ വന്നിട്ട് കരയുന്നു, റെയിൽവേക്കാർ വന്നിട്ട് പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നു. ഞങ്ങളുടെ കുറ്റമല്ല അവരുടെ കുറ്റമാണ്, അവരുടെ കുറ്റമല്ല ഞങ്ങളുടെ കുറ്റമാണ്. ഇന്നലെ റെയിൽവേയുടെ ആൾക്കാർ വന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ അത് ചെയ്തു, ഞങ്ങൾ ഇത് ചെയ്തു കൊടുത്തു, ഞങ്ങൾ ലൈറ്റ് പ്രൊവൈഡ് ചെയ്തു, ഞങ്ങൾ ഫുഡ് പ്രൊവൈഡ് ചെയ്തു, ഇത് കോർപ്പറേഷൻകാരുടെ കുഴപ്പമാണ്, വേസ്റ്റ് മാനേജ്മെന്റ് അവർ പ്രോപ്പറായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് വളരെ ദുരൂഹമായ മരണമായിരുന്നു ആളുടെ. അയാളെ സംബന്ധിച്ചിടത്തോളം അയാള് ഈ പറഞ്ഞ മാതിരി അച്ഛനില്ല, അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ അഴുക്ക് ചാലിലോട്ട് അവർ ഇറങ്ങിയത്. അതായത് കേട്ട ന്യൂസ് കാല് സ്ലിപ്പായിട്ട് കല്ലുമ കയറി പിടിച്ചപ്പോൾ കിട്ടിയില്ല, സ്ലിപ്പായി പോയി. 3 ദിവസം കഴിഞ്ഞിട്ടാണ് ആ ബോഡി കിട്ടിയത്. ഓൾറെഡി അഴുക്ക് ചാലില് അതിനകത്തുള്ള മരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദയനീയ അവസ്ഥയായിരിക്കും എന്ന് ചിന്തിച്ചാൽ അറിയാലേ. അപ്പം ഇന്നലെ മേയർ കണ്ണീരൊക്കെ ഒഴുക്കുന്നുണ്ടായിരുന്നു. എന്തോ എനിക്കറിയത്തില്ല, അതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് സംസാരിക്കാനൊന്നുമില്ല. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത്, ഇന്നലത്തെ ആ ഇൻസിഡൻസിൽ ന്യൂസിലെ ആൾക്കാർ സംസാരിക്കുമ്പോൾ അടിഞ്ഞുകൂടിയിരിക്കുന്ന വേസ്റ്റിന്റെ അവസ്ഥ എന്താണിത് മനസ്സിലാവുന്നില്ല. ട്രിവാൻഡ്രം ആ ഭാഗത്തൊക്കെ അതിനകത്തേക്ക് ആ വേസ്റ്റ് കോരിയിട്ട് സ്വന്തം ശരീരം ആ അറപ്പും ഇതൊന്നും കാണിക്കാതെ വേസ്റ്റ് കോരിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് വീട്ടിലെ അമ്മയ്ക്ക് ഭക്ഷണവും മരുന്നും വാങ്ങിച്ചു കൊടുക്കാൻ ചിന്തിച്ച് ആ മനുഷ്യന്റെ ഉയിര് പോയി. എങ്ങനെ പോയി? നമ്മുടെ കയ്യിലിരിക്കൊണ്ട് തന്നെ പോയി. ഇപ്പൊ റെയിൽവേക്കാർ കുറ്റം പറയുന്നത്, മേയർ അങ്ങനെ പറയുന്നു, മറ്റേ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യം പറയുന്നു, കോർപ്പറേഷൻകാരുടെ കാര്യം പറയുന്നു, ഇവര് പ്രോപ്പറായിട്ട് ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാത്തുണ്ടാന്ന് പറയുന്നു. ഇതിന്റെയൊക്കെ തുടക്കം എവിടെ നിന്നാണ്? ഇന്നലെ ഈ വീഡിയോ ചെയ്തതിന്റെ ഭാഗമായിട്ടൊരു കമന്റ് ഒന്നുണ്ടായിരുന്നു, പിന്നെ വേസ്റ്റ് എന്ത് ചെയ്യണം, 2 ദിവസം കൂടുമ്പോഴല്ലേ ഇവർ വരണത്. 2 ദിവസം കൂടുമ്പോൾ ഇവർ വരണുണ്ടെങ്കിലും നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഇവിടെയൊക്കെ പച്ചക്കറി വേസ്റ്റ് ഇടാനായിട്ട് ഒരു പാത്രം, പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടാനായിട്ട് ഒരു പാത്രം, പ്ലാസ്റ്റിക് വേസ്റ്റിന്റെ ഇത് ഒരു ദിവസം വരുന്നു, ഫുഡ് വേസ്റ്റിന്റെ ഇത് ഒരു ദിവസം വരുന്നു, അങ്ങനെയാണ്. അപ്പോ ഇവര് ഈ വേസ്റ്റിന്റെ ആൾക്കാർ കൊണ്ടുപോയിട്ട് അവർ ഡിസ്പോസ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ അവർ ഡിസ്പോസ് ചെയ്ത് അവര് ആ മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് കൊണ്ടുപോവാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവര് ഈ വേസ്റ്റ് ചില വീടുകളിൽ പ്രോപ്പറായിട്ട് വേസ്റ്റ് എടുത്ത് വയ്ക്കുന്നതില്ല. ചിലപ്പോൾ അവർ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ എവിടെയെങ്കിലൊക്കെ പോയിട്ടുണ്ടാവും. തിരിച്ചു വരുമ്പോഴായിരിക്കും അടുക്കളയിലോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥ. ഡംപ് ചെയ്ത് വെക്കും. രാത്രി കാലങ്ങളിൽ എവിടെയെങ്കിലും പോകുമ്പോൾ നൈസായിട്ട് ആരുടെയും കയ്യിൽ കൊടുത്തു വിട്ടിട്ട് എവിടെയെങ്കിലും കൊണ്ട് വലിച്ചെറിയും. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി വല്ല പുഴയിലോട്ടോ പുറത്ത് വല്ല കായലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും നോക്കാതെ അങ്ങോട്ട് വലിച്ചെറിയും. നിങ്ങൾ തന്നെ പറയും. ഇപ്പൊ കൊച്ചിയിലാണെങ്കിലും ട്രിവാൻഡ്രത്താണെങ്കിലും എന്റെ പൊണ്ണു കൊച്ചി വേസ്റ്റ് ഒന്നും പറയണ്ട. ട്രിവാൻഡ്രം ഇന്നലെ അയാള് എന്റെ ആ ഒരു ബോഡി കിട്ടിയ ഭാഗത്തുനിന്ന് കാണിച്ച ആ വേസ്റ്റ് ഇങ്ങനെ ഒഴുകിക്കൊണ്ട് വന്നതിൽ എന്തൊക്കെയാ സിറിഞ്ച്, അത് ബ്ലഡ് നിറഞ്ഞ സിറിഞ്ച്, ചാക്കുകള്, കുപ്പികള്, ഇല്ല കണ്ട സാധനങ്ങളെല്ലാം അതിനകത്തേക്ക് വലിച്ചെറിഞ്ഞേക്ക. ഇത് മനുഷ്യന്മാരുടെ തെറ്റാണ്. ഇതിനകത്ത് റെയിൽവേക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിഞ്ഞ് പറഞ്ഞിട്ടൊന്നും പോയില്ല. പോയത് ആ കുടുംബത്തിന്. നമ്മുടെയൊക്കെ കുന്തളിപ്പ് കാരണം ഒരു വ്യക്തി ഇല്ലാതെയായി. അതാണ് ലിറ്ററലി പറയാറുള്ളത്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീയാണ് ഞാനല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. എല്ലാവർക്കും ഇതിനകത്ത് റെസ്പോൺസിബിൾ ആണ്. ഏതൊരു മനുഷ്യനാണെങ്കിലും അവിടെ അത്രയും വേസ്റ്റ് മാനേജ് ചെയ്തില്ല, ഇത് കോർപ്പറേഷൻകാരുടെ കുഴപ്പമാണ്, എടുത്തുകൊണ്ട് കളഞ്ഞില്ല എന്ന് പറയുന്നതിന് മുമ്പ് ആ വേസ്റ്റ് അവിടെ കൊണ്ട് ഇട്ട ആൾക്കാരെയും അവരെ ചോദ്യം ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ അവർ ഈ മാലിന്യം ഇടരുതെന്ന് പറയുന്നതിന്റെ അവിടെ ബോർഡ് പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള വേസ്റ്റ് ആണ്. മനസ്സിലായോ? അപ്പൊ ഓരോ ഏരിയയിലുള്ള കൗൺസിലേഴ്സ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ഓരോ വീടുകളിലും വേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. അത് കഴിഞ്ഞത് കളക്ട് ചെയ്ത് പോണ ആൾക്കാരുകൾ പ്രോപ്പറായിട്ട് സ്ഥലത്ത് ഡംപ് ചെയ്യുക. അവിടെ നിന്ന് അത് ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര സ്ഥലത്തേക്ക് ക്ലിയർ ചെയ്ത് പോയിട്ട് ഇപ്പം വേസ്റ്റ് കത്തിച്ച് കളയുന്ന രീതിയിലാണെങ്കിൽ എന്താണെങ്കിൽ വെജിറ്റബിൾ വേസ്റ്റ് എന്നൊക്കെ വളവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്. അത് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അതല്ലെങ്കിൽ പ്രോപ്പറായിട്ട് സ്ഥലം ക്രിയേറ്റ് ചെയ്ത് അത് ഇപ്പം ക്ലിയർ ചെയ്യുന്ന രീതിയിൽ ഇതെല്ലാം ഒരു സൈക്കിളായിട്ട് പോകേണ്ടതാണ്. അല്ലാതെ ഇങ്ങനെ മറ്റേ അവിടുത്തെ കൗൺസിലർ പറയുന്നുണ്ടായിരുന്നു, ആ ഭാഗത്തേക്ക് വേസ്റ്റ് വളരെ കൂടുതലാണ്, വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ വെള്ളം പൊന്തി കുറെ സമയം എടുക്കും താഴാനായിട്ട്, ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് വരുന്ന ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും. അപ്പൊ അവിടത്തേക്ക് മാത്രമായിട്ട് കുറച്ച് വേസ്റ്റ് എടുക്കാനായിട്ട് കുറച്ച് ആൾക്കാർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കിട്ടിയിട്ടില്ല. അപ്പോൾ കോർപ്പറേഷൻകാരുടെ കുഴപ്പമാണ്, റെയിൽവേക്കാരുടെ കുഴപ്പമാണ്. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ കൊച്ചിയിൽ വേസ്റ്റ് അങ്ങനെ കൊച്ചിയിൽ വേസ്റ്റ് കോർപ്പറേഷൻ ആൾക്കാരെ കൊണ്ട് അവരും മനുഷ്യന്മാരാണ്. ഈ വേസ്റ്റ് എടുക്കാൻ വരുന്നവർ ഇപ്പൊ കാലത്ത് മറുനാടൻ മലയാളിയിൽ കുറച്ച് അവരുടെ സംസാരവും കാര്യങ്ങളും, അവരും മനുഷ്യന്മാരല്ലേ. എങ്ങനെ വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്ത കാലത്ത് ഇവര് വേസ്റ്റ് കോരാൻ ഇവരിനി നിൽക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവർ ഇതിനെ എടുക്കാൻ വരൂല എന്ന് പറയുമ്പോ ഈ കൊച്ചി പോലത്തെ നഗരം, ട്രിവാൻഡ്രം പോലത്തെ നഗരത്തിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയേ. എനിക്ക് ഭയങ്കര
വാവ് എന്നുള്ളൊരു ഇത് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ അയാൾക്ക് എപ്പോഴും പണിയൊന്നുമില്ല, വല്ലപ്പോഴേ പണി കിട്ടുള്ളൂ. ഒരു പണി ഇല്ലാത്ത സമയത്ത് ആൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുപ്പിയും പാട്ടൊക്കെ പറക്കി എങ്ങനെയും 10 പൈസ ഉണ്ടാക്കി വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ഒരു വ്യക്തി. വീട്ടിലെ ഒരു അത്താണി, ഒരു പില്ലറാണ് അവിടെ ഇപ്പൊ ഇല്ലാതായത്. അത് കഴിഞ്ഞതിന് ശേഷം കുറെ കരയുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക, ഞാൻ കാരണമല്ല നീ കാരണം എന്ന് പറയണതിലൊന്നും ഒരു അർത്ഥമില്ല. ആ മനുഷ്യന് പോയി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നീണ്ടു നിന്ന തെരച്ചിലിന്റെ ഇടയിലാണെങ്കിലും അടുത്ത് ഒരു വല്ലാത്ത അവസ്ഥയിലുള്ളൊരു മരണമായിപ്പോയി അദ്ദേഹത്തിന്. ഇതിപ്പോ 2-3 ദിവസം ഉണ്ടാവും ഈ സംഭവങ്ങൾ. ചിലപ്പോൾ 2-3 ദിവസം മൊത്തം വന്നിട്ട് ക്ലീനിങ്ങും, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, 1000 രൂപ ഫൈൻ, അതെന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് വേറൊരു പുതിയ ന്യൂസ് വരുമ്പോൾ എന്ത് ജോയി, എന്ത് കനാൽ, എന്ത് വേസ്റ്റ്, എന്ത് ട്രിവാൻഡ്രം, എന്ത് ഫയർഫോഴ്സ്, എല്ലാവരും അതങ്ങോട്ട് മറക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ചെളിവാരി എറിയാനായിട്ട് എല്ലാവരും ഉണ്ട്. ഇനിയിപ്പോ ആ കുടുംബത്തിന് എന്തെങ്കിലും ഒരു ഇത് തട്ടിമുട്ടി എന്തെങ്കിലും ഒരു സാധനം ചെയ്ത ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് ഇത് അങ്ങോട്ട് മാറും. എഗെയിൻ ബാക്ക് ടു സെയിം ട്രാക്ക്. അല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ലെ. ഇന്നലെ മേയർ വരുന്ന ഇങ്ങനെയൊക്കെ ആവുന്ന എന്ത് പ്രതീക്ഷിച്ചില്ല. പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ലാത്തത്. ഓരോ ഇൻഡിവിജ്വലും അതിന് റെസ്പോൺസിബിൾ ആണ്. ഓരോ ഇൻഡിവിജ്വലും കർശനമായ ഒരു നടപടിയും കർശനമായ ഒരു റൂളും. ഈ അന്യരാജ്യത്തൊക്കെ എന്ത് നന്നായിട്ടാണ് അവർ വേസ്റ്റ് മാനേജ്മെന്റും കാര്യങ്ങളും ചെയ്യുന്നത്. തുപ്പാൻ പാടില്ല, പുറത്ത് യൂറിൻ, അങ്ങനെ ഇവിടെ എന്തല്ല. ഇവിടെ വൃത്തിയുള്ളൊരു സ്ഥലം എവിടെയല്ല പുറത്ത്. മഴക്കാലമൊക്കെ തുടങ്ങിയാൽ പിന്നെ ഒന്നും നോക്കണ്ട. കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ വെള്ളം പൊന്തയും കാര്യങ്ങൾ, കനാലുകൾ വന്ന് ബ്ലോക്കായിട്ട് വേസ്റ്റ് മറ്റു കാര്യങ്ങൾ കൊണ്ടാണ് ഇത്രയും വിഷയം വരുന്നത്. അതുമൂലം ഹെൽത്ത് ഇഷ്യൂസ്, പനി, കാര്യങ്ങളെല്ലാം. അപ്പൊ എല്ലാം അണ്ടർ സീറോ ഫ്രം ഓരോ ഇൻഡിവിജ്വലി എന്നാണ് ഈ സാധനം തുടങ്ങി പോണത്. അപ്പം ഒരു മനുഷ്യൻ മരിച്ചു ആ ഒരു വേസ്റ്റ് പ്രോപ്പർ ഇതാവാത്തോണ്ടും എല്ലാ വിഷയം കൊണ്ടും. എന്നിട്ടും കുറെ കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ. ഇപ്പൊ ഫൈനലി ഒരു തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം എത്ര ദിവസം എത്ര കാലത്തേക്ക് ഉണ്ടാവും അറിയത്തില്ല. അപ്പം ഇപ്പൊ അവര് ചോദിച്ച മാതിരി എന്ത് ചെയ്യും ഇവര് 2 ദിവസം വരുന്നതെന്നുണ്ടെങ്കിൽ അതിനും മാത്രം വേസ്റ്റും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ ഓരോ വീടുകളിലും നമ്മുടെ ആൾക്കാർ വേസ്റ്റ് പ്രോപ്പറായിട്ട് അവരുടെ കയ്യിൽ കൊടുത്തു വിടുക. വേസ്റ്റ് വരുന്ന ആൾക്കാർ അവരെന്താന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ചെയ്യും. അല്ലാതെ അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്ത് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത് അവരുടെ റെസ്പോൺസിബിലിറ്റി. ഈ പുറത്തേക്ക് പോകുമ്പോൾ കുപ്പി പാട്ട വലിച്ചെറിയല്, വേസ്റ്റിലോട്ട് സാധനങ്ങൾ എറിയല്, അല്ലെങ്കിൽ വേസ്റ്റ് കൊണ്ടുപോയി ഇനി കുറച്ച് വേസ്റ്റ് കൂടി ഉണ്ട്, അയ്യോ ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്നാൽ ആ വേസ്റ്റ് എടുത്ത് പുറകെ കൂടെ കവറിൽ കെട്ടിയിട്ട് അങ്ങോട്ട് എറിയുക, ആരും കാണാതെ. അതെല്ലാം നിർത്തിയാൽ മാത്രമേ വൃത്തിയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാതെ മര്യാദയ്ക്ക്. ഈ നാട്ടിൻപുറത്തൊന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ. അവർക്ക് പറമ്പുണ്ട്, അവർ കത്തിക്കുകയും അല്ലെങ്കിൽ അവർ അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ. ഈ പറഞ്ഞ മാതിരി വെജിറ്റബിൾസ് വേസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ വളം ഉണ്ടാക്കുകയും അതിൻ്റെതായ പ്രോപ്പർ കാര്യങ്ങൾ അവിടെ എടുക്കുന്നുണ്ട്. ഇവിടെ ഫുഡ് ഇപ്പോൾ ഒരു വീടായി കഴിഞ്ഞാൽ സൊമാറ്റോ, സ്വിഗ്ഗി അവർ കൊണ്ടുവന്ന ഫുഡ് വേസ്റ്റ് കാര്യങ്ങൾ, ഇപ്പോൾ ബിരിയാണി കൊണ്ടുവന്ന അതിൻ്റെ പാത്രത്തിൻ്റെ കവർ കാര്യങ്ങളെല്ലാം കെട്ടി വെച്ച് ഒരു ദേശക്കായിരിക്കും ഈ സാധനം മുഴുവൻ കൊണ്ട് കളയുന്ന എവിടെയാ? ഒരാളൊഴിഞ്ഞ പറമ്പില്. ഒരു പറമ്പ് അല്ലെങ്കിൽ ഒരു ഏരിയ ഒരാഴ്ച ഒരാളനക്കില്ലാതെ കിടന്നു കഴിഞ്ഞാൽ അവിടെ മനുഷ്യന്മാരും പട്ടികളും പൂച്ചകളും കയറുന്നതിന് മുമ്പ് ഈ പ്ലാസ്റ്റിക് കവറും സാധനങ്ങളും ഡമ്പായി ഒരു കവർ അവിടെ കണ്ടാൽ മതി. പിന്നെ പതുക്കെ അവിടെ ഇങ്ങനെ വീട് പണിയണ മാതിരി ഇങ്ങനെ ഡംപ് ചെയ്ത് അവിടെ തുടങ്ങി. പിന്നെ പട്ടി വലിച്ചു കയറി, എലി വലിച്ചു കയറി, പാറ്റയായി, മഴയായി, നനയായി, അളുത്ത് ഒരവസ്ഥയെ അവസാനം കോർപ്പറേഷൻകാർ വന്ന് ഈ കോരി എടുക്കുന്ന ഒരു മനുഷ്യന്മാരാണ്. ഇപ്പൊ ഈ മരിച്ച മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക. എത്രയോ അവസ്ഥയാണ്. അഴുക്കിൽ അയാള് മൂക്കിലും എല്ലായിടത്തും ഇത് കയറിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ റെയിൽവേക്കാർ മേരാറ് കരഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഇപ്പോൾ ഈ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട പോലെ പ്രോപ്പറായിട്ട് ചെയ്യാഞ്ഞിട്ട് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരവാദിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങളാണ്. ആ ഉത്തരവാദിത്ത ആൾക്കാരുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്രം ദ ബേസ് തൊട്ട് ഓരോ മനുഷ്യർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയത്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരുകളും ഓരോ വീട്ടുകാരും പ്രോപ്പറായിട്ട് വേസ്റ്റ് മാനേജ് ചെയ്ത് അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന വേസ്റ്റിന്റെ ആൾക്കാർ അത് കണക്റ്റായി പോകുന്നു. റെയിൽവേ ആണെങ്കിലും എന്താണെങ്കിലും ഇപ്പോൾ റെയിൽവേയിലേക്ക് അധികം വേസ്റ്റും കാര്യങ്ങളൊന്നും വരണില്ല. റെയിൽവേ ട്രെയിനിന്റെ കഴുകണം, വെള്ളം വരെ വേറെ വഴി കൂടെയാണ് കളയണം പറഞ്ഞാൽ അവരുടെ കൈയായി. കോർപ്പറേഷൻകാർ വേസ്റ്റ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലുന്നുണ്ടെങ്കിൽ ഇത്രയും വേസ്റ്റ് ആ സ്ഥലത്തേക്ക് ആര് കൊണ്ടിട്ടു, എങ്ങനെ കൊണ്ടിട്ടു, ആ കൊണ്ടിട്ടപ്പോൾ എന്തുകൊണ്ട് ആക്ഷൻ എടുത്തിരുത്, എന്തുകൊണ്ട് ഇത്രയും കൂടി, ഇത്രയും സ്ഥലം വൃത്തിയാക്കാൻ ആ ഒരൊറ്റൊരു മനുഷ്യൻ ഇറങ്ങി പുറപ്പെട്ടത് അയാളുടെ ഗതികേടുകൊണ്ട്, അയാളുടെ പൈസയുടെ ബുദ്ധിമുട്ടുകൊണ്ടാണ്. നമ്മളെല്ലാവരും കാരണമാണ് ഒരു ജീവൻ ഇല്ലാതെ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുപ്പി എറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും. അത് കഴിയുമ്പോൾ അടുത്ത ന്യൂസ് ഇത് അങ്ങോട്ട് പോകുന്നു. പിന്നെ ഏത് ജോയി അവരുടെ വീട്ടുകാർക്ക് എന്തായി, വീട്ടുകാർക്ക് എന്തെങ്കിലും കിട്ടിയോ, വേസ്റ്റ് ചെയ്തപ്പോൾ പ്രോപ്പറായിട്ട് ആരും ഒരു പറ്റി അന്വേഷിക്കാനുണ്ടാവില്ല. അതാണ് സൊസൈറ്റി. ഓരോ പുതിയ ഇഷ്യൂസിന്റെ പുറകെ ഓടുക, അത് ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുക. സൊല്യൂഷൻസ് ഇല്ല ഒന്നിനും.
ഒന്നിനും സൊല്യൂഷൻസ് ഇല്ല. ഇനി സൊല്യൂഷൻ പറഞ്ഞു എന്ന് വെച്ചോ, അത് കീപ്പ് ചെയ്യുന്ന എത്ര പേരുണ്ട്. അവരവരുടെ വീട്ടിൽ പണി കിട്ടുമ്പോൾ ചിന്തിച്ചു തുടങ്ങും, അതിനുവേണ്ടി ഇറങ്ങി കുറെ വിപ്ലവം കാര്യങ്ങളൊക്കെ നടത്തും. ഒരാൾ നന്നായതുകൊണ്ട് സൊസൈറ്റി നന്നാവില്ല. ഓരോരുത്തരും നന്നായാലും സൊസൈറ്റി നന്നാവും. അധികൃതർ നന്നാവണം, പൊസിഷനിൽ ഇരിക്കുന്നവർ നന്നാവണം, നല്ല റൂള് വരണം. എന്ത് കാര്യം വല്ലതും പറഞ്ഞിട്ട് വല്ലതും കേൾക്കണ്ടോ? മനസ്സിലാവണ്ടോ?